ഹലോ ഗായ്സ്. റിവ്യൂ പറയുന്നതിന് മുമ്പ് തുടക്കം തന്നെ ഞാൻ പറയട്ടെ. ഞാൻ 27 വയസ്സുള്ള ചെറുപ്പക്കാരനാണ്. ഞാനും എൻ്റെ അമ്മയും കൂടെയാണ് സിനിമയ്ക്ക് പോയത്. സിനിമ കഴിഞ്ഞ് വന്നതിന് ശേഷം എൻ്റെ അമ്മ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അമ്മ ഈ ഇടയ്ക്കൊന്നും ഇത്രയും നല്ലൊരു സിനിമ കണ്ടിട്ടില്ല. സിനിമയുടെ ഡയറക്ടറിൻ്റെ പേര് ചോദിച്ചു. ഞാൻ പേര് പറഞ്ഞു കൊടുത്തപ്പോൾ അമ്മയ്ക്ക് അറിയത്തില്ല. പുതിയ ഡയറക്ടറാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അമ്മയ്ക്ക് അറിയാൻ വഴിയില്ല എന്ന് പറഞ്ഞു. അമ്മ വളരെ ഹാപ്പി ആയിട്ട് ഇറങ്ങിയ ഒരു മൂവിയാണ്. അപ്പോൾ ഞാൻ എൻ്റെ റിവ്യൂ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഒരു തരത്തിലും എനിക്ക് വർക്കൗട്ട് ആകാത്ത ഒരു സിനിമയാണ് മരണമാസം എന്ന് പറയുന്നത്. ഞാൻ ഒരുപാട് എക്സ്പെക്റ്റ് ഒന്നും ചെയ്തില്ല. ഞാൻ ഒരുപാട് ചിരിക്കാനും സ്പൂഫ് മൂവി ആയിരിക്കും. സിജോ സണ്ണി എഴുതി വെച്ചിരിക്കുന്ന നിലവിലത്തെ ഇൻസ്റ്റഗ്രാമിലെ കോമഡീസും അങ്ങനത്തെ പരിപാടിയൊക്കെ എക്സ്പെക്റ്റ് ചെയ്ത് തന്നെയാണ് ഞാൻ പോയത്. പക്ഷേ എന്നിരുന്നാൽ പോലും എനിക്ക് കോമഡി അങ്ങോട്ട് അധികം അങ്ങ് വർക്കൗട്ട് ആയതുപോലും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അവിടെ ഇവിടെ എനിക്ക് ചെറിയ 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 തമാശകളുണ്ടായിരുന്നു, ഇല്ല എന്ന് പറയുന്നില്ല. ബട്ട് അല്ലാണ്ട് ഓവറോൾ എനിക്ക് നല്ലൊരു കണക്ഷനോ നല്ലൊരു നല്ലൊരു രീതിയിലുള്ളൊരു ചിരി അങ്ങനത്തെ ഉള്ളൊരു മൂവിയായിട്ട് തോന്നിയിട്ടില്ല. എനിക്ക് തോന്നുന്നത് ഇത് വളരെ സീരിയസ് ആയിട്ട് എടുക്കാൻ പറ്റുമായിരുന്ന ഒരു പ്ലോട്ടായിരുന്നു. ഒരുപാട് ലിങ്കും കണക്ഷനൊക്കെ വെച്ച് സീരിയസ് ആയിട്ട് വേണമെങ്കിൽ എടുക്കാമായിരുന്നു. അല്ലെങ്കിൽ ഇവർക്ക് ഡാർക്ക് കോമഡി യൂസ് ചെയ്യാമായിരുന്നു. ഇങ്ങനത്തെ ഒരു കോമഡി ആക്കുന്നതിന് പകരം കുറച്ച് ഡാർക്കായിട്ട് നമ്മുടെ മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ് പോലെ അങ്ങനത്തെ ഒരു മൂവി ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും എന്നാണ് എൻ്റെ പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തത്. പടം എന്ന് പറയുകയാണെങ്കിൽ പടത്തിൽ എനിക്ക് അങ്ങനത്തെ കുറച്ച് ഇതാണ് എനിക്ക് ഒട്ടും വർക്കൗട്ട് ആയില്ല. ഫസ്റ്റ് ഹാഫ് എനിക്ക് ഭയങ്കര ലെങ്ത് ആയിട്ട് ഫീൽ ചെയ്തു. ഞാൻ ഇടയ്ക്ക് ടൈം നോക്കി, എന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമയ്ക്ക് ഇനി ഫസ്റ്റ് ഹാഫ് ഇല്ലേ. ഞാൻ ട്രിവാൻഡ്രം കൈരളിയിൽ നിളയിലായിരുന്നു, ശ്രീയിലായിരുന്നു ഞാൻ പോയിരുന്നത്. അപ്പോൾ അവിടെ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ടൈം നോക്കി, ഇത് ഫസ്റ്റ് ഹാഫ് ഇല്ലേ, ഫസ്റ്റ് ഹാഫ് ഇല്ലാണ്ട് ഇനി ത്രൂ ഔട്ട് പടം ഇടുവാണോ എന്ന് ഞാൻ ഇടയ്ക്ക് നോക്കിയായിരുന്നു. അപ്പോൾ അങ്ങനെ എനിക്ക് ഒരുപാട് ലാഗ് തോന്നിയായിരുന്നു പടത്തിന്. ഞാൻ പിടിച്ചിരുത്തുന്ന ഒരു സംഭവമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. കോമഡി കുറേയൊക്കെ പാളിപ്പോയതുപോലെയും എനിക്ക് എന്തൊക്കെയോ ഒരു സ്ക്രീൻ പ്ലേ ആണെങ്കിൽ എനിക്ക് വലിയ ഒരു നല്ലൊരു രീതിയിൽ എനിക്ക് ഇതായിട്ടില്ല. പക്ഷേ എൻ്റെ അടുത്തിരുന്ന് എൻ്റെ അമ്മ അവിടെ പൊട്ടിച്ചിരിയാണ്. അമ്മ സോഷ്യൽ മീഡിയയിൽ അധികം ആക്റ്റീവ് ഒന്നുമില്ല, പക്ഷേ പുള്ളിക്കാരിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതേപോലെ തന്നെ ഭയങ്കരമായിട്ട് ചിരിച്ചു. അതുകൊണ്ട് ഞാൻ ഞെട്ടിപ്പോയി. മറ്റേ കുണുവാവയുടെ ആ പരിപാടി ആ ആ ആ പുള്ളിക്കാരിയൊക്കെ കാണിച്ചപ്പോൾ എൻ്റെ അമ്മ ചിരിക്കുന്നു. അമ്മയ്ക്ക് അറിയത്തില്ല അതാരാണെന്ന്, പക്ഷെ അമ്മ ചിരിക്കുന്നുണ്ട്. അമ്മയ്ക്ക് എനിക്ക് തോന്നുന്നു ഇവർ മൂവി ഉദ്ദേശിച്ചത് ഒരു 20s 30s ഉള്ള ചെറുപ്പക്കാരിത്തികൾക്ക് വേണ്ടിയാണെങ്കിൽ അവർക്ക് വർക്കൗട്ടാണെന്ന് എനിക്ക് തോന്നുന്നില്ല, അറിയത്തില്ല. എൻ്റെ ടേസ്റ്റ് ആയിരിക്കും ഇതിൽ മറ്റുള്ളവർക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ അമ്മയ്ക്ക് നല്ല രീതിയിൽ വർക്കൗട്ടായി. അമ്മ ഭയങ്കര ചിരി ഹാപ്പിയായി. അമ്മ നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. പക്ഷേ എനിക്കൊട്ടും എൻജോയ് ചെയ്യാൻ പറ്റാത്തൊരു മൂവിയായിരുന്നു മരണമാസ്. ഒരുപാട് എന്താണ് ഈ തമാശയും കഥയും തമ്മിൽ കൂട്ടിച്ചേർത്ത എനിക്ക് അങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റിയിട്ടില്ല. എന്താണെന്ന് അറിയത്തില്ല. പക്ഷെ ബാക്കി എല്ലാവരും നല്ല രീതിയിൽ അഭിനയിച്ചു. അനീഷ്മ പുള്ളിക്കാരി നല്ല രീതിയിൽ അഭിനയിച്ചു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതേപോലെ തന്നെ ബേസിലും പുള്ളിക്കാരൻ്റെ റോള് വളരെ നീറ്റായിട്ട് ഇത് ചെയ്തു. പിന്നെ അതിൽ ഇൻ്റർവെല്ലിന് മുമ്പുള്ള ഒരു സീന്, അതെ, ഇവർ ഒരു ഒരു ശവക്കല്ലറയുടെ അടുത്തുള്ള ഒരു സീനുണ്ട്. അതിൽ നൈസായിട്ട് ഒരു സീക്വൻസ് ഉണ്ടായിരുന്നു, സർപ്രൈസ് എലമെൻറ്റ് പോലെ. അത് നൈസായിരുന്നു. പിന്നെ ഓവറോൾ പറയുകയാണെങ്കിൽ എനിക്ക് വലിയതായിട്ട് പിടിച്ചിട്ടില്ല. ഇതും ആലപ്പുഴ ജിംഖാനയും കൂടെ കമ്പയർ ചെയ്ത് ഞാൻ ഒരുപാട് റിവ്യൂ ഇതിന് പോസിറ്റീവായിട്ട് കണ്ടു. അത് എനിക്ക് അത്ഭുതം തോന്നുന്നു, എന്താണെന്ന് അറിയത്തില്ല. ആലപ്പുഴ ജിംഖാന എനിക്ക് യാതൊരു വിധ ഒരു ത്രൂ ഔട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സിനിമയാണ്. അതേപോലെ ഒരു ലാഗോ അങ്ങനെയൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. ഇതെനിക്ക് ഫസ്റ്റ് ഹാഫ് തന്നെ ഭയങ്കരമായിട്ട് ലെങ്ത് ഇങ്ങനെ ഫീൽ ചെയ്തു. ഒരു പക്ഷേ എൻ്റെ ടേസ്റ്റിന് പറ്റാത്തൊരു മൂവി ആയതുകൊണ്ടായിരിക്കാം കോമഡി എനിക്ക് വേണ്ട രീതിയിൽ വർക്കൗട്ട് ആയില്ല. അതേപോലെ തന്നെ ഇവർ കുറച്ച് ഇമോഷണൽ സീൻസ് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കോമഡിയിൽ നിന്ന് ഒരു ഇമോഷണൽ സീൻസ് ബിൽഡപ്പ് ചെയ്തതിന് എന്തോ എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇമോഷണൽ സീൻസിലും കോമഡി വരും എന്നായിരിക്കും. ഞാൻ അങ്ങനെയാണ് എക്സ്പെക്ട് ചെയ്തത്, ഇതിലിപ്പോൾ കോമഡി വരും. പക്ഷേ അത് ത്രൂ ഔട്ട് ഇമോഷണൽ സീൻസ് ആയിരുന്നു. അപ്പോൾ അതും എനിക്ക് എന്തൊക്കെ പോലെ എനിക്ക് ഒട്ടും വർക്കൗട്ടായില്ല. നാളെ എന്തായാലും ഞാൻ ബസൂക്കയ്ക്ക് പോകുന്നുണ്ട്. എല്ലാവരും 20 മിനിറ്റ് കിടിലമാണെന്ന് പറഞ്ഞു ലാസ്റ്റ്, അതുകൊണ്ട് പോവുകയാണ്. അതേപോലെ തന്നെ പടത്തിനും മിക്സഡ് റിവ്യൂ ആണ്. സോ ഈ മിക്സഡ് റിവ്യൂസ് വരുന്ന പടത്തിന് ഞാൻ എന്തായാലും പോയിട്ട് എന്തുകൊണ്ട് മിക്സഡ് റിവ്യൂ വന്നു എന്ന് കാണും.
ഫെയിലായിട്ടുള്ള കൊള്ളത്തില്ല എന്ന് എല്ലാവരും പറയുന്ന പടത്തിനാണെങ്കിൽ ഞാൻ പോകത്തില്ല. മിക്സഡ് റിവ്യൂ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തായാലും പോകും. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 50 or 45 അവർക്കൊക്കെ നല്ല രീതിയിൽ വർക്കൗട്ടാവും എന്നാണ് എൻ്റെ പ്രതീക്ഷ. അതേപോലെ തന്നെ എനിക്കെന്തായാലും വർക്കൗട്ടായിട്ടില്ല. അതേപോലെ തന്നെ എൻ്റെ കൂടെ വന്ന എൻ്റെ കൂട്ടുകാരനും വർക്കൗട്ടായില്ല. എൻ്റെ അമ്മയ്ക്ക് നല്ല രീതിയിൽ വർക്കൗട്ടായി. എനിക്ക് തോന്നുന്നു പേരൻസായിട്ടൊക്കെ പോകാൻ പറ്റിയ നല്ലൊരു മൂവിയാണിത്. പേരൻസിനെ പറഞ്ഞയക്കാൻ പറ്റിയ മൂവി ആയിരിക്കും. അവർക്ക് നല്ല പോലെ കോമഡി ഇതാവും തോന്നുന്നു. അവരുടെ കോമഡി ടേസ്റ്റ് നമ്മുടെ കോമഡി ടേസ്റ്റ് നല്ല രീതിയിൽ വ്യത്യാസമുണ്ടല്ലോ. അപ്പോൾ അവർക്ക് എന്തായാലും വർക്കൗട്ട് ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ വിഷുക്കാലത്ത് ഫാമിലി ആയിട്ട് ഈ പടത്തിന് പോകാൻ പ്രശ്നമൊന്നുമില്ല. പക്ഷേ എല്ലാവർക്കും വർക്കൗട്ട് ആവണം എന്നില്ല. എനിക്ക് വർക്കൗട്ടായില്ല, പക്ഷെ നിങ്ങൾക്ക് വർക്കൗട്ടായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ കാണാൻ ശ്രമിക്കുക തിയേറ്ററിൽ നിന്ന് തന്നെ. താങ്ക് യു.